ഹലോ, ഡോക്ടർ മേഴ്സി, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് MBCS 021 ബ്ലോക്ക് 2 യൂണിറ്റ് 3 പാർട്ട് 2 ആർട്ട് തെറാപ്പിയെക്കുറിച്ചാണ്. ആർട്ട് തെറാപ്പി എന്ന് പറയുമ്പോൾ തന്നെ അതൊരു കോമ്പിനേഷനാണ് ക്രിയേറ്റിവിറ്റിയുടെ, ആർട്സിൻ്റെ, അതേപോലെ തന്നെ സൈക്കോ തെറാപ്പിയുടെ. ഇത് മൂന്നും കൂടിയിട്ടാണ്. ആർട്ട് തെറാപ്പി ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ് തരുന്നത്. അതായത് നോൺ വെർബൽ എക്സ്പ്രഷനിലൂടെ ക്ലയൻറ്റിൻ്റെ ഫീലിങ്സ്, ഇമോഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഈവൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാനും ക്ലയൻറ്റിൻ്റെ ഇമോഷണൽ ഇഷ്യൂസ് എന്തെന്ന് തെറാപ്പിസ്റ്റിന് മനസ്സിലാക്കാനും സാധിക്കുന്നു. അങ്ങനെ ഇമോഷണൽ കോൺഫ്ലിക്ട്സ് ഡീല് ചെയ്യാൻ അവരെ പഠിപ്പിക്കാൻ സാധിക്കും. അവർക്ക് തന്നെ ഒരു സെൽഫ് അവെയർനെസ്സും അതുപോലെ തന്നെ പേഴ്സണൽ ഗ്രോത്തും പേഴ്സണൽ ഡെവലപ്മെൻറ്റും ഒക്കെ ഉണ്ടാക്കാനും സാധിക്കുന്നു ഈ ആർട്ട് തെറാപ്പിയിലൂടെ. ആർട്ട് തെറാപ്പിയുടെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത് ക്രിയേറ്റീവ് പ്രോസസ്സിലൂടെ, അതായത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലൂടെ തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ പുറത്തേക്ക് കൊണ്ടുവരാനും അങ്ങനെ മനസ്സിനെ ഹീൽ ചെയ്യാനും ലൈഫിനെ കൂടുതൽ വളർച്ചയിലേക്ക് കൊണ്ടുവരാനും സാധിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കൻ ആർട്ട് തെറാപ്പി അസോസിയേഷൻ പറയുന്നത് 1996 ഒരു പ്രൊഫഷണൽ അതായത് തെറാപ്പിസ്റ്റിന് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പിൽ നിന്നുകൊണ്ട് ആർട്ട് തെറാപ്പി ചെയ്യിപ്പിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിലുള്ള ട്രോമ, ലൈഫ് ചാലഞ്ചസ്, ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഇൽനെസ് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്, പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ആഗ്രഹിക്കുന്നവർ, ഇവരിലൊക്കെ നമുക്ക് ആർട്ട് തെറാപ്പി ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു ആർട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോഡക്റ്റിലൂടെയും പ്രോസസ്സിലൂടെയും റിഫ്ലക്റ്റ് ചെയ്യുന്നത് ആ വ്യക്തിയെ തന്നെ മനസ്സിലാക്കാൻ, സ്വയം അസസ് ചെയ്യാൻ, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഉള്ളിലുള്ള സ്ട്രെസ്സ് അല്ലെങ്കിൽ അവനവൻ്റെ സ്ട്രെസ്സ് മനസ്സിലാക്കാം, മറ്റുള്ളവരുടെ സ്ട്രെസ്സ്, ട്രോമാറ്റിക് എക്സ്പീരിയൻസ്, സിംറ്റംസ്, പ്രോബ്ലംസ്, ഇതൊക്കെയാണ് ഈ ഒരു ആർട്ട് തെറാപ്പിയിലൂടെ റിഫ്ലക്റ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നത്. അതേപോലെ തന്നെ കോഗ്നിറ്റീവ് എബിലിറ്റീസ് കൂട്ടാൻ സാധിക്കുന്നു. ലൈഫ് പ്ലഷർ ഫീൽ ചെയ്യുന്നത് അവർക്കത് ഫീൽ ചെയ്യാൻ തുടങ്ങും ആർട്ട് തെറാപ്പി കഴിയുമ്പം. അതുപോലെ പേഴ്സണൽ ഗ്രോത്ത്, സെൽഫ് അണ്ടർസ്റ്റാൻഡിങ് കൂടുന്നു, ഇമോഷണൽ ബാലൻസ് കിട്ടുന്നു. ഇത് കുട്ടികളിൽ, അഡൾട്ട്സിൽ, ഫാമിലീസിൽ, ഗ്രൂപ്പ്സിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു മെത്തേഡ് നമുക്ക് ഏത് ഏജിലുള്ള വ്യക്തിക്കും ഇൻസൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ് ഈ ആർട്ട് തെറാപ്പി. ഇതൊരു ശക്തമായ ഒരു ഇമോഷനിൽ നിന്ന് ആ വ്യക്തിയെ നമുക്ക്, ക്ലയൻറ്റിനെ നമുക്ക് റിലീഫ് ചെയ്യാനും കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ പ്രോബ്ലത്തിൽ നിന്ന് അവരെ റിസോൾവ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ ഡെയിലി ലൈഫ് അവരുടെ എൻറിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നു, നല്ല വെൽബീയിങ്ങിലേക്ക് ആക്കുന്നു. ആർട്ട് തെറാപ്പി മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനും ചെയ്യാം. ഇതൊരു ക്രിയേറ്റീവ് പ്രോസസ്സാണ്. ഏത് ഏജിലുള്ള വ്യക്തിക്കും, അതായത് അവരുടെ ഫിസിക്കൽ, മെൻ്റൽ, ഇമോഷണൽ വെൽബീയിങ് എൻഹാൻസ് ചെയ്യാനും അല്ലെങ്കിൽ ഇൻക്രീസ് ചെയ്യാനും ഉപയോഗിക്കുന്നു. സെൽഫ് എക്സ്പ്രഷൻ്റെ ഒരു ആർട്ടിസ്റ്റിക് പ്രോസസ്സാണിത്. അതിലൂടെ കോൺഫ്ലിക്റ്റ്, പ്രോബ്ലം ഇതെല്ലാം പുറത്തേക്ക് കൊണ്ടുവരാനും ഇൻ്റർപേഴ്സണൽ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും സാധിക്കുന്നു. അവനവൻ്റെ ഒരു ബിഹേവിയർ നന്നാക്കാൻ വേണ്ടിയിട്ടും സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനും സെൽഫ് എസ്റ്റീം കൂട്ടാനും സെൽഫ് അവെയർനെസ് കൂട്ടാനും അതൊക്കെ അച്ചീവ് ചെയ്യാനും ഇവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ആർട്ട് തെറാപ്പിയിലൂടെ അല്ലെങ്കിൽ ഒരു വിഷ്വൽ ആർട്ടിലൂടെ, ഡ്രോയിങ്, പെയിൻറ്റിങ്, സ്കൾപ്ചർ, ഇതിനോടൊപ്പം തന്നെ ഇതൊരു ക്രിയേറ്റീവ് പ്രോസസ്സാണ്. അതിലൂടെ കൗൺസിലിങ്ങും സൈക്കോ തെറാപ്പിയും കൂടെ യൂസ് ചെയ്യാം. നേരത്തെ പറഞ്ഞിരുന്ന പോലെ കുട്ടികളിൽ, അഡോളസൻസിൽ, അഡൾട്ടിൽ, ഗ്രൂപ്പിൽ, ഫാമിലീസിലൊക്കെ ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവരുടെ ആൻസൈറ്റി ലെവൽ എത്രയാണ്, ഡിപ്രഷൻ എത്രയാണ്, മെൻ്റൽ പ്രോബ്ലംസ്, ഇമോഷണൽ പ്രോബ്ലംസ്, ഫിസിക്കൽ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ന്യൂറോളജിക്കൽ പ്രോബ്ലംസ്, സൈക്കോ സോഷ്യൽ പ്രോബ്ലംസ്, മെഡിക്കൽ ഇൽനെസ് ഒക്കെ അസസ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അസസ് ചെയ്ത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ട്രീറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇത് നമുക്ക് ഹോസ്പിറ്റൽ സെറ്റിങ്സിൽ ചെയ്യാം, ക്ലിനിക്കൽ, പബ്ലിക് കമ്മ്യൂണിറ്റിയിൽ, ഏജൻസിയിൽ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ, ബിസിനസ് ആൻഡ് പ്രൈവറ്റ് പ്രാക്ടീസിലൊക്കെ ഇത് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ആർട്ട് തെറാപ്പിയുടെ ബേസിക് അപ്രോച്ചസ്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പ്രോസസ് ഇൻറ്റൻസീവ് ആണ്. ഒരു തെറാപ്പിസ്റ്റും അതേപോലെ തന്നെ ക്ലയൻറ്റും തമ്മിലുള്ള ഒരു ആഴത്തിലുള്ള ബന്ധം അവിടെ വരുന്നു. അതായത് രണ്ടു പേർക്കും പരസ്പരം മനസ്സിലാക്കാനും
അതവരെ ആർട്ട് തെറാപ്പിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ആർട്ട് തെറാപ്പി എന്ന് പറയുന്നത് തന്നെ ഒരു കത്താറിസിസ് ആണ്. അതായത് നമ്മുടെ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ ഒരു ഇമോഷണൽ ജേണി എന്ന് പറയാം, അത് പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ സെൽഫ് ആക്ച്വലൈസ് ചെയ്യുന്നു, ഡിസ്കവർ ചെയ്യുന്നു, തന്നെ ഹീല് ചെയ്യാനുള്ളൊരു ക്വാളിറ്റിയിലേക്ക് എത്തുന്നു. അപ്പോൾ പ്രോസസ്സ് ഓഫ് ഇൻറ്റൻസീവിൽ ക്ലയൻറ്റും തെറാപ്പിസ്റ്റും തമ്മിലൊരു നല്ല ബന്ധം അവിടെ വരുന്നു, വളരെ നല്ലൊരു ബന്ധം വരുന്നു ഫസ്റ്റ് അപ്രോച്ചിൽ. സെക്കൻഡ് അപ്രോച്ചിലാണെങ്കിൽ നമ്മൾ പ്രോസസ് മേക്കിംഗ് ആർട്ടിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇത് ഹെൽപ്പ് ചെയ്യുന്നത് പേഴ്സണിൻ്റെ കോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ അതൊരു അൺകോൺഷ്യസ് ആയിട്ടും വെക്കുന്നുണ്ടാവും കുറേയധികം കാര്യങ്ങൾ. അതിനെ അവർ സ്വയം എക്സ്പ്രസ് ചെയ്യാൻ ആർട്ടിലൂടെ. അപ്പോൾ തെറാപ്പിസ്റ്റ് ആർട്ട് യൂസ് ചെയ്യുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ്. കോൺഷ്യസിലുള്ളത് അവർക്ക് പുറത്തേക്ക് വരുന്നുണ്ട്, പക്ഷേ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്താൻ സാധിക്കുന്നു കത്താറിസിലൂടെ. ഓൾറെഡി കത്താറിസ് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ഇത് കുട്ടികളിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നു, കാരണം അവർക്ക് എല്ലാ കാര്യങ്ങളും വേർബലായിട്ട് പറയാൻ സാധിക്കുന്നില്ല, ഫീലിങ്സ് അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ്. അതുകൊണ്ട് ഇത് ആർട്ടിലൂടെ അവർ എക്സ്പ്രസ് ചെയ്യാൻ അവർക്ക് തീർച്ചയായിട്ടും പറ്റുന്നു എന്നുള്ളതാണ്. സ്റ്റെപ്സ് ഇൻ ആർട്ട് തെറാപ്പിയാണ്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അസസ്മെൻ്റ് ആണ്. അതായത് പ്രോബ്ലം എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രോബ്ലത്തിൽ ഇവർ എത്തി വന്നത്. അപ്പോൾ അത് തെറാപ്പിസ്റ്റ് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആർട്ട് തെറാപ്പിയിലൂടെ ക്ലയൻറ്റിന് കൊണ്ടിത് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് നോക്കും. അതോ സാധിക്കില്ലയോ, അത് ടൈം വേസ്റ്റ് ആകുന്നുണ്ടോ. അപ്പം ആർട്ട് തെറാപ്പിയിലൂടെ കൊണ്ടുവരാൻ പറ്റുന്നതാണെങ്കിൽ അത് അസസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, പറ്റുമോ ഇല്ലയോ എന്ന കാര്യം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് ഇൻ ദ ബിഗിനിങ്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഒരു ഗുഡ് റാപ്പോ ബിൽഡ് ചെയ്തു. ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു റാപ്പോ ബിൽഡ് ചെയ്ത് അതായത് നല്ലൊരു ട്രസ്റ്റ് റിലേഷൻഷിപ്പ് അവിടെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനും കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഒരു ആർട്ട് തെറാപ്പി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യും അവരോട്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ ഡൗട്ട്സ് എന്തൊക്കെയുണ്ടോ അതെല്ലാം ക്ലിയർ ചെയ്യും. അവർ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും നമ്മൾ ആൻസർ കൊടുക്കും. അങ്ങനെ നമ്മളൊരു പീസ് ഓഫ് പേപ്പർ എടുത്ത് ഇവരോടിപ്പം വരയ്ക്കാൻ, എന്തെങ്കിലും പെയിൻറ്റ് ചെയ്യാനോ വരയ്ക്കാനോ ഒക്കെ കൊടുക്കുന്നു. ഇത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ പേഷ്യൻ്റ് അല്ലെങ്കിൽ ക്ലയൻറ്റ് അതിൽ അവരുടെ ആൻസൈറ്റി ലെവൽ എത്രയാണെന്ന് ആദ്യത്തെ ആ പീസ് ഓഫ് പേപ്പറിൽ അവർ വരച്ച് കഴിയുമ്പോൾ തന്നെ തെറാപ്പിസ്റ്റിന് മനസ്സിലാക്കാൻ പറ്റും. തെറാപ്പിസ്റ്റ് ഈ പീസ് ഓഫ് പേപ്പർ സൂക്ഷിച്ചു വെക്കും. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം ആദ്യം വരച്ചതും ഏറ്റവും അവസാനം വരച്ചതും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എത്രമാത്രം ഉണ്ട് എന്ന് തെറാപ്പിസ്റ്റിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ് ഫസ്റ്റും ലാസ്റ്റും വെച്ച് കഴിഞ്ഞാൽ. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അങ്ങനെ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മിഡ് ഫേസ് ആണ് ട്രീറ്റ്മെൻറ്റിൻ്റെ. അപ്പോൾ ഈ മിഡ് ഫേസിൽ നന്നായിട്ട് പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷമുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ട്രസ്റ്റ് ഉണ്ട്, ക്ലയൻറ്റും തെറാപ്പിസ്റ്റും തമ്മിലൊരു ട്രസ്റ്റ് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മോർ ഗോൾ ഓറിയൻറ്റഡുമാണ് ഈ മിഡ് ഫേസ് എന്ന് പറയുന്നത്. അപ്പം തെറാപ്പിസ്റ്റ് അവിടെ ഡയറക്ഷൻ കൊടുക്കുന്നു, എന്തൊക്കെ ബൗണ്ടറീസ് ഉണ്ട്, എന്തെങ്കിലും പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ ലൈഫിലെ ബൗണ്ടറീസ് അവിടെ വെക്കുന്നുണ്ടെങ്കിൽ അതും കൃത്യമായിട്ട് സെറ്റ് ചെയ്യുന്നു. ദെൻ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെക്നിക്സ് യൂസ് ചെയ്യുകയാണ്. അത് ക്ലയൻറ്റുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു. എന്നിട്ട് അവരെ ഗോളിലെത്തിക്കാൻ വേണ്ടിയിട്ട്, ഗോളിലെത്തിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ 3 ഫേസ് കഴിഞ്ഞു. നാലാമത്തെ ഫേസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെർമിനേഷനാണ്. ഗോൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എല്ലാ സെക്ഷനും ഒന്നുകൂടി ഒന്ന് ഡിസ്കസ് ചെയ്യും. എത്രമാത്രം ഇതെല്ലാം നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്, എത്ര പ്രോഗ്രസ് ഉണ്ടായി, അത്രയും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. ഒന്നുകിൽ ഈ ആർട്ട് ഇവർ ഫസ്റ്റ് മുതൽ ഉണ്ടാക്കിയിരിക്കുന്ന ആർട്ട് ഇവർക്ക് ഇവരുടെ തന്നെ സ്വന്തം കൈവശം വെക്കാം. അങ്ങനെയാണെങ്കിൽ അവർക്കത് വീണ്ടും എപ്പോഴെങ്കിലും റീക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല, അത് ഗിഫ്റ്റായിട്ട് തെറാപ്പിസ്റ്റിന് കൊടുക്കണം എന്നവരാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. ഇനി ആർട്ട് തെറാപ്പിയുടെ ടെക്നിക്സ് നമ്മൾ പറഞ്ഞ സ്റ്റെപ്സ് പറഞ്ഞപ്പോൾ നമ്മൾ ടെക്നിക്സ് യൂസ് ചെയ്തെന്ന് പറഞ്ഞിരുന്നു. ഏതൊക്കെ ടെക്നിക്കാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്. അതിൽ ഫസ്റ്റ് വൺ എക്സ്പ്ലോറേഷൻ ടാസ്ക്. അതായത് ഒരു ഗോൾ സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ക്ലയൻറ്റ് ഗോൾ സെറ്റ് ചെയ്യുന്നു, അതിന് നമ്മൾ ക്ലയൻറ്റിനെ എൻകറേജ് ചെയ്യുന്നു. അവരുടെ കോൺഷ്യസ് തോട്ട് ഇവിടെ മാറ്റുകയാണ് ചെയ്യുന്നത്. എന്നിട്ടോ
ഈഗോ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്ന, അതായത് നമ്മൾ അവോയ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ കാര്യമുണ്ട്. കഥാറസിലൂടെ പുറത്തേക്ക് കൊണ്ടുവരേണ്ടത് എന്തൊക്കെയാണ് മനസ്സിലുള്ളത്, അതാണ് ആർട്ട് തെറാപ്പിയിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ. അപ്പോൾ എക്സ്പ്രഷൻ ടാസ്കിൽ ആദ്യം ചെയ്യുന്നത് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നതായ കുറേ കാര്യങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അത് നമ്മൾ നേരത്തെ പഠിച്ചതനുസരിച്ചാണെങ്കിൽ വെർബൽ ഫ്രീ അസോസിയേഷനിലൂടെ നേരത്തെ പുറത്തേക്ക് കൊണ്ടുവന്നിരുന്നു. അതേ ടെക്നിക്ക് ഇവിടെ എന്ത് ചെയ്യുന്നു, നമ്മൾ ആർട്ട് തെറാപ്പിയിലൂടെ പുറത്തേക്ക് കൊണ്ടുവരുന്നു, അത് പ്രകടിപ്പിക്കുകയാണ്. അതൊരു ഈ എക്സ്പ്ലോറേഷൻ എന്ന ഫസ്റ്റ് ടാസ്കിനെ നമ്മൾ 3 ടൈപ്പിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിലെ ഫസ്റ്റ് വൺ സ്ക്രിബിൾ ടെക്നിക്കാണ്, അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ഡ്രോയിങ് എന്ന് പറയാം. ക്ലയൻറ്റിന് നന്നായിട്ട് റിലാക്സേഷൻ, ഇവിടെയാണ് റിലാക്സേഷൻ കൊടുക്കുന്നത്. പ്രാണായാമ കൊടുക്കാം, മസിൽ റിലാക്സേഷൻ കൊടുക്കാം. ഇതൊക്കെ കൊടുത്ത് റിലാക്സേഷൻ ചെയ്യിപ്പിച്ചിട്ട് എന്തെങ്കിലും അവരോട് സ്വയം വരയ്ക്കാൻ പറയുകയാണ്. ബട്ട് പേനയും പെൻസിലോ എന്താണോ നമ്മൾ കൊടുക്കുന്നത്, ഇപ്പോൾ അവരോട് പറയും നിങ്ങളിത് വരയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ പേപ്പറിൽ നിന്ന് കൈയെടുക്കരുത്. അതായത് പേനയോ പെൻസിലോ നിങ്ങളുടെ കയ്യിലുണ്ട്, അതാ അങ്ങനെ തന്നെ വരച്ചുകൊണ്ടിരിക്കണം. വരച്ച് കഴിഞ്ഞതിന് ശേഷമേ പെൻസിലാണെങ്കിലും പേനയാണെങ്കിലും കയ്യിൽ നിന്ന് എടുക്കാവുള്ളതെന്ന്. അപ്പം അത് ഒരു സ്റ്റാർട്ടിങ് തെറാപ്പിയാണത്. അപ്പോൾ അത് അങ്ങനെ വരയ്ക്കുമ്പോൾ അവർ പെട്ടെന്നുള്ളൊരു ഇതായിട്ട് വരുന്നു. അപ്പോൾ അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം പുറത്തേക്ക് വരികയാണ് ആദ്യത്തെ ട്രിപ്പ്. ദെൻ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രീ ഡ്രോയിങ് ആണ്. ക്ലയൻറ്റിൻ്റെ ചോയ്സാണ് ഇവിടെ. അതായത് ഫ്രീ ആയിട്ട് വരയ്ക്കാൻ കൊടുത്തിരിക്കുകയാണ്. അതായത് ക്ലയൻറ്റിനോട് ക്ലയൻറ്റിൻ്റെ തന്നെ പിക്ചർ വരയ്ക്കാൻ പറഞ്ഞു, സ്വന്തം പിക്ചർ വരയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് സ്വന്തം പിക്ചർ വരയ്ക്കുമ്പോൾ മിററിൽ നോക്കിയിട്ട് വേണമെങ്കിൽ വരയ്ക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട്. ഇത് അവരുടെ ഒരു പ്രോബ്ലം പ്രസൻറ്റ് ചെയ്യാനും സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ ഈ ചിത്രം വരച്ച് കഴിയുമ്പോൾ നമുക്കറിയാം അതിനകത്ത് ഈ ഒരു പിക്ചറിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നതെന്നുള്ളത്. അപ്പോൾ അതാണ് നോക്കുന്നത്. അവരെ കൊണ്ടത് വരപ്പിക്കുമ്പോഴേ മിററിൽ നോക്കിയാണെങ്കിലും അവരത് വരയ്ക്കുന്നു. ദെൻ അടുത്തതെന്ന് പറയുന്നത് ഡ്രോയിങ് കംപ്ലീഷനാണ്. ഇതിൽ പിക്ചർ കംപ്ലീറ്റ് ചെയ്യിപ്പിക്കുകയാണ്, ഒരു പിക്ചർ മുഴുവനും. ഇൻഡിവിജ്വൽ ആയിട്ട് വേണമെങ്കിൽ ചെയ്യിപ്പിക്കാം, ഗ്രൂപ്പായിട്ട് വേണമെങ്കിൽ ചെയ്യിപ്പിക്കാം. ഈ പിക്ചറൊക്കെ വരപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം അവരുടെ ഇന്നർ ഫീലിങ്സ് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. സെക്കൻഡ് ടെക്നിക്ക് റാപ്പോ ബിൽഡിംഗ് ആണ്. ക്ലയൻറ്റും തെറാപ്പിസ്റ്റും തമ്മിൽ, അല്ലെങ്കിൽ ക്ലയൻറ്റും ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ, തെറാപ്പിസ്റ്റും ഒരു ഗ്രൂപ്പും ആണെങ്കിൽ അവരുമായിട്ടുള്ള ആ ഒരു റാപ്പോ എങ്ങനെയാണ് ബിൽഡ് ചെയ്യുന്നതെന്ന് നമ്മൾ സ്റ്റെപ്പിൽ കണ്ടിരുന്നു. പക്ഷേ ടെക്നിക്കിൽ അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഒരു കോൺവെർസേഷൻ ഡ്രോയിങ്, ഗ്രൂപ്പിനെ നമ്മൾ പെയറാക്കുന്നു. കോൺവെർസേഷൻ ഡ്രോയിങ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗ്രൂപ്പിനെ നമ്മൾ പെയറാക്കുന്നു. പെയർ എന്ന് പറയുമ്പോൾ 2 പേരാണ്. അപ്പോൾ എന്നിട്ട് അവരോട് 2 പേരായിട്ട് ഡിസൈഡ് ചെയ്ത് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യിപ്പിക്കുന്നു. ഇവരുടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഉപയോഗിക്കേണ്ട സാധനങ്ങൾ ഷെയ്പ്സ്, കളേഴ്സ്, ലൈന്. അപ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ ഇതിലൂടെയാണ് അവർ ഷെയർ ചെയ്യേണ്ടത്. പേപ്പറും പെൻസിലും ഒക്കെ എടുത്തു എന്താണോ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് കളേഴ്സിലൂടെ വേണേൽ കാണിക്കാം, ഷേപ്പിലൂടെ കാണിക്കാം, ലൈൻ വരച്ചിട്ട് കാണിക്കാം. അപ്പോൾ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റുന്നു. അതാണ് ആദ്യത്തെ ഒരു റാപ്പോയിലെ ആദ്യത്തെ ടെക്നിക്ക് വരുന്നത്. രണ്ടാമത്തത് പെയിൻറ്റിങ് കംപ്ലീഷൻ ബൈ ദ ഗ്രൂപ്പാണ്. അപ്പോൾ ഗ്രൂപ്പിനെ കൊണ്ടാണ് കൊടുക്കുന്നത്. നമ്മൾ തന്നെ അത് വേണമെങ്കിൽ, അതായത് തെറാപ്പിസ്റ്റിന് ഒരു പേപ്പർ കൊടുക്കുകയാണ്, ഒരു വലിയ പേപ്പർ തെറാപ്പിസ്റ്റ് ഇമാജിൻ ചെയ്യാം അവരവരുടെ ടേബിളിൽ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഓരോരുത്തരെയായിട്ട് വിളിച്ചിട്ട് ആ ഒരു പിക്ചർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഒന്നുകിൽ ഓരോരുത്തരുടെ ഭാഗങ്ങൾ വരയ്ക്കുന്നു. ഒരു പേപ്പറിൽ അവരെ കൊണ്ട് വരപ്പിച്ച് കഴിയുമ്പോൾ ഒരു കൊളാഷ് പോലെ ആകുന്നു. അപ്പോൾ അവർക്ക് എന്താണ്, സ്വന്തം ഭാഗം വരച്ചത് കാണുമ്പോൾ അറിയാം, അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് വരയ്ക്കുമ്പോൾ കംപ്ലീഷൻ ഓഫ് ഗ്രൂപ്പാണ്. അപ്പോൾ സ്വയം മനസ്സിലാക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും മറ്റുള്ളവരുടെ ഫീലിങ്സും ഇമോഷൻസും അവർക്കിത് വരയ്ക്കുന്നത് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തത് പെയിൻറ്റിങ് വിത്തിൻ ആൻ ഒബ്സർവർ. ഈ പേരിലെ മറ്റൊരാളോട്, അതായത് ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന വ്യക്തി എൻ്റെ പേരിനോട് ഞാൻ എൻ്റെ ഫീലിങ്സും ഇമോഷൻസും എന്തൊക്കെയുണ്ടോ അതെല്ലാം ഞാൻ ആളോട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ അവർ ഞാൻ അതിനനുസരിച്ച് വരയ്ക്കുന്നു. അത് ഞാൻ വാച്ച് ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു എക്സസൈസ് പ്രൊമോട്ട് ചെയ്യുന്നത് ഫീലിങ്സ് ഡിസ്കസ് ചെയ്യാനും അതുപോലെ തന്നെ ഓട്ടോണോമി, ഡിപ്പെൻഡൻസി, ആക്സെപ്റ്റൻസ്, ഇഷ്യൂസൊക്കെ മനസ്സിലാക്കി എടുക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എക്സ്പ്രഷൻ, ഇന്നർ ഫീലിങ്സ് ആണ്. ഇന്നർ ഫീലിങ്സ് എന്ന് പറയുമ്പം എനിക്ക് കുറേ ഡിസൈഡ്സ്, ഫാൻറ്റസീസ് ഒക്കെ ഉണ്ടാകും. ഇതെല്ലാം തെറാപ്പിസ്റ്റിൻ്റെ മുമ്പിൽ എക്സ്പ്രസ് ചെയ്യണം. അതിനായിട്ട് മൂന്നിൽ കൂടുതലോ വിഷസ്, ഉള്ളിലെ വിഷസ്
അത് പേഷ്യൻറ്റിനോട് ചോദിക്കുന്നു അല്ലെങ്കിൽ ക്ലയൻറ്റിനോട് ചോദിക്കുന്നു. അത് വിഷ്വൽ വേയിലാണ് പറയേണ്ടത്. അപ്പോൾ അതൊരു തിങ്സ് ആവാം, ദെൻ ഹ്യൂമൻ ബീങ് ആവാം, ചിലപ്പോൾ ഒരു ഫിയർ ആവാം, ചിലപ്പം സെക്യൂരിറ്റി റീസൺ ആവാം. ഇതൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ അവർ എക്സ്പ്രസ് ചെയ്യുമ്പം അവരുടെ മച്യൂരിറ്റി ലെവല്, ഡിഗ്രി ഓഫ് ഈഗോ സെൻട്രിസിറ്റി ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ ലൈഫിലെ ഗോൾ അവർക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്ക് യൂസ് ചെയ്യാം. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഈ ടെക്നിക്കിൻ്റെത്. then അടുത്തത് 4th വൺ വരുന്നത് സെൽഫ് പെർസെപ്ഷനാണ്. അവനവനെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അതായത് അവനവനെക്കുറിച്ച്, ഞാൻ എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു എയിം എന്ന് പറയുന്നത് അവയർനെസ് ഓഫ് പേഴ്സണൽ നീഡ്സും ബോഡി ഇമേജസും ഒക്കെയാണ്. ഇത് ചിലപ്പോൾ ഒരു സെൻറ്റൻസ് നമ്മൾ പറയുമ്പോൾ ഇത് വരയ്ക്കാൻ പറ്റുമോ, യെസ് ഐ ആം, ഐ ഫീൽ, ഐ ഹാവ്, ഐ ഡു എന്നൊക്കെ പറയുമോ അവർ പെയിൻറ്റിങ്ങിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇങ്ങനെ പറയും. അപ്പോൾ അവരോട് ആദ്യം നമ്മൾ അവർക്ക് കൊടുക്കുന്നത് സെൽഫ് പോർട്രേറ്റ് ആണ്. സെൽഫ് പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ സ്വയം വരയ്ക്കുക. ഒരു കണ്ണാടി നോക്കിയിട്ട് വേണമെങ്കിലും വരയ്ക്കാം. അപ്പം ഇവിടെ സ്വയം വരയ്ക്കുമ്പം ടൈം ലിമിറ്റ് കൊടുക്കുന്നു. 1 മിനിറ്റിൽ പെട്ടെന്ന് വരയ്ക്കണം. അപ്പോൾ ടൈം ലിമിറ്റ് ആയതുകൊണ്ട് അവനവൻ്റെ ഇമേജ് അവർ പെട്ടെന്ന് വരയ്ക്കുമ്പോൾ ആ ഇമേജ് വരയ്ക്കുമ്പോൾ ഉള്ളിലുള്ള ഫീലിങ്സാണ് പെട്ടെന്ന് പുറത്തേക്ക് വരുന്നത്. ആലോചിക്കാനുള്ള സമയമില്ല, അപ്പോൾ വേഗം ചെയ്യുന്നു. ദെൻ പിന്നെ പറയുന്നത് ഡ്രോ യുവർ സെൽഫ് ആസ് ആൻ ആനിമൽ. ഒരു ആനിമലിനെ റെപ്രസെൻറ്റ് ചെയ്ത് വരയ്ക്കാൻ. അപ്പോൾ ഓരോ ആനിമലിൻ്റെ റെപ്രസെൻറ്റേഷനിൽ നിന്ന് അവരുടെ ഒരു ഇന്നർ ഫീലിങ്സ് മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻ്റർപേഴ്സണൽ റിലേഷൻസ് ആണ്. അത് നോക്കാൻ വേണ്ടി അതൊരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ആയിട്ടാണ് കൊടുക്കുന്നത്, മറ്റുള്ളവരെ കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ പോർട്രേറ്റ്സ് ഓഫ് ഗ്രൂപ്പ് മെമ്പേഴ്സിൻ്റെ പോർട്രേറ്റ് വരയ്ക്കാൻ വേണ്ടി, മറ്റുള്ളവരെ കുറിച്ചുള്ള ഓരോരുത്തരുടെയും ഫീലിങ്സ് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് അവരെ വരയ്ക്കുമ്പോൾ. ഇനി ഇതിനകത്തെ അടുത്ത ടെക്നിക്ക് എന്ന് പറയുന്നത് ഗ്രൂപ്പ് മ്യൂറലാണ്. ഗ്രൂപ്പ് മ്യൂറൽ എന്ന് പറയുമ്പോൾ നമ്മളൊരു ലാർജ് പെയിൻറ്റിങ് ചെയ്യാൻ വേണ്ടി ഗ്രൂപ്പായിട്ടാണ് പെയിൻറ്റിങ് ചെയ്യാൻ കൊടുക്കുകയാണ്. അപ്പോൾ അവരുടെ ഒരു ഗ്രൂപ്പ് വർക്ക് നോക്കാം. അതോടൊപ്പം തന്നെ കോപ്പറേഷന്, ഗ്രൂപ്പ് യൂണിറ്റി, ഇനി ഒരു വലിയ ഗ്രൂപ്പിൽ എങ്ങനെ ആ ഒരു ക്ലയൻറ്റ് ഫിറ്റാകുന്നു, അതുപോലെ തന്നെ ഒരു വലിയ ഗ്രൂപ്പിലെ സെൽഫ് എക്സ്പ്രഷൻസ് എങ്ങനെയായിരുന്നു. അപ്പോൾ അവരെല്ലാവരും കൂടിയാണ് ഒരു വലിയ പിക്ചർ പൂർത്തിയാക്കുന്നത്. അപ്പോൾ അവിടെ ഓരോരുത്തർക്കും അവരവരുടെ ഒരു റോളുണ്ട്. ആ റോൾ അവരെങ്ങനെ കറക്റ്റായിട്ട് ചെയ്തു എന്നുള്ളതാണ് അവിടെ നോക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇത് ഇൻഡിവിജ്വൽസ് പ്ലേസ് ഇൻ ദ വേൾഡ് ആണ് നോക്കുന്നത്. ഞാൻ എന്നെ ലോകത്തിൽ തൻ്റെ സ്ഥാനം എന്താണ് എന്ന് തീരുമാനിക്കുന്നത്. ഇതിന് വരയ്ക്കാൻ കൊടുക്കുന്നത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹൗസ്, ട്രീ, പേഴ്സൺ, ഇതൊക്കെ വരപ്പിക്കുകയാണ്. ഇതിൻ്റെ ഒരു പ്രൊപ്പോർഷനുണ്ട്. ചിലപ്പം വീടിനേക്കാൾ വലിയ വ്യക്തിയായിരിക്കും, അപ്പോൾ അല്ലെങ്കിൽ വ്യക്തി ഒരു ഉറുമ്പിൻ്റെ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന അവരുടെ ഒരു സെൽഫ് ഇമേജും സെൽഫ് എസ്റ്റീമും ഒക്കെ എത്രയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഇതിനകത്ത് രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് കൊളാഷ് ആൻഡ് അസംബ്ലൻസ് ആണ്. അപ്പോൾ പേഴ്സണൽ വേൾഡിൽ അത് അല്ലെങ്കിൽ ഒരു സ്വന്തം ഇഷ്ടപ്രകാരം അവർക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിക്കാം, കുറേ മെറ്റീരിയൽസ് അവർക്ക് കൊടുത്തിട്ടുണ്ട്, എന്തൊക്കെ ഉപയോഗിക്കാം, എന്നിട്ട് അത് വെച്ചിട്ട് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന അവർക്ക് ഈ ഒരു ഇതിൽ അവർക്ക് എന്തെല്ലാം റോളുകളുണ്ട് എന്നുള്ളതാണ്. ഇനി ഒരിക്കൽ കൂടി അതൊന്ന് ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊന്ന് ജസ്റ്റ് പറയാം. ആർട്ട് തെറാപ്പി ഇത് ഉപയോഗിക്കുന്നത് വ്യക്തികളിൽ ഉപയോഗിക്കാം, ഗ്രൂപ്പിൽ ഉപയോഗിക്കാം, ഏത് ഏജിൽ വേണേലും നമുക്ക് ആർട്ട് തെറാപ്പി ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് ഇമോഷണൽ ഇഷ്യൂസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ദെൻ ഫങ്ഷണൽ എബിലിറ്റീസ് കൂട്ടാൻ വേണ്ടിയിട്ട്, ഇത് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നു നോൺ വെർബൽ എക്സ്പ്രഷനും നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും. ദെൻ ഇതിൻ്റെ ഒരു ഫോം എന്ന് പറയുന്നത് പ്രൊജക്റ്റീവ് ടെക്നിക്കോ അല്ലെങ്കിൽ എക്സ്പ്രസീവ് തെറാപ്പിയോ ഉപയോഗിക്കുന്നു. സ്റ്റെപ്സ് ഇൻ ആർട്ട് തെറാപ്പി എന്ന് പറയുന്നത് അസസ്മെൻ്റ് ആണ്. അവിടെ ഒരു നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുന്നു. വാംത്ത്, ആക്സെപ്റ്റൻസ്, ട്രസ്റ്റ്, എമ്പതി ഒക്കെ ആയിട്ടുള്ള ഒരു ക്ലയൻറ്റിനൊരു അറ്റ്മോസ്ഫിയർ കൊടുക്കുകയാണ്. അതായത് ഫ്രീ ടോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഫ്രീലി അവരുടെ പ്രോബ്ലം ആർട്ട് തെറാപ്പിയിലേക്ക് അവർക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. അപ്പോൾ അവരുടെ ഇൻഫർമേഷൻ ഫസ്റ്റ് അസസ്മെൻറ്റിൽ തന്നെ അവരെക്കുറിച്ചുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ തെറാപ്പിസ്റ്റ് എടുക്കുന്നു, ഫാമിലിയെക്കുറിച്ചൊക്കെ ഉള്ളത്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് ഇൻ ദ ബിഗിനിങ് ആണ്. അപ്പോൾ ക്ലയൻറ്റിന് ആർട്ട് തെറാപ്പി ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നു, റിലാക്സേഷൻ കൊടുക്കുന്നു. തേർഡ് മിഡ് ഫേസ് ഓഫ് ട്രീറ്റ്മെൻ്റ് ആണ്. ഈ രണ്ടും കഴിഞ്ഞിട്ടാണ് മിഡ് ഫേസ് വരുന്നത്. ഇവിടെയാണ് ആർട്ട് തെറാപ്പി അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് സൊസൈറ്റിയുമായിട്ടും ഗ്രൂപ്പുമായിട്ടും ഒക്കെ മിങ്കിൾ ചെയ്യിക്കുന്നത്. അപ്പോൾ ക്ലയൻറ്റിന് തൻ്റെ ടെൻഷൻസും അതുപോലെ തന്നെ പ്രോബ്ലം ഒക്കെ
പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. ആർട്ട് തെറാപ്പിയോടൊപ്പം മസിൽ റിലാക്സേഷനോ പ്രാണായാമയോ ഒക്കെ ചെയ്യുന്നു. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടെർമിനേഷനാണ്. ടെർമിനേഷനിലെ ഫസ്റ്റ് സ്റ്റെപ്പും ലാസ്റ്റ് സ്റ്റെപ്പും തമ്മിലുള്ള അവരെത്രമാത്രം ഗെയിൻ ചെയ്തു എന്നുള്ളത് നോക്കുന്നു. ദെൻ മുന്നോട്ട് അവർക്ക് എന്തൊക്കെ വേണമെന്നുള്ളതും അവരോട് തന്നെ പറഞ്ഞ് അവർക്കിനി എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ഇതിനുപയോഗിക്കുന്ന ടെക്നിക്ക് പറഞ്ഞിരുന്നു. എക്സ്പ്ലോറേഷൻ ടാസ്ക്, റാപ്പോ ബിൽഡിങ്, ദെൻ അത് കഴിഞ്ഞിട്ട് അടുത്തത് എക്സ്പ്രഷൻ ഓഫ് ഇന്നർ ഫീലിങ്സ്, സെൽഫ് പെർസെപ്ഷൻ, ഇൻ്റർപേഴ്സണൽ റിലേഷൻസ്, അതായത് ലാസ്റ്റ് വൺ ദി ഇൻഡിവിജ്വൽസ് പ്ലേസ് ഇൻ ദ വേൾഡ്. ഇത്രയുമായിരുന്നു നമ്മളിന്ന് ആർട്ട് തെറാപ്പിയിൽ നോക്കിയത്. ഓക്കെ, ബൈ ബൈ.